ഹായ് മൈ ബ്യൂട്ടിഫുൾ സോൾസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വളരെ രസകരമായ ഒരു റീഡിംഗ് ആണ്. ഒരുപാട് പേരുടെ ആവശ്യപ്രകാരം എടുത്ത ഒരു റീഡിംഗ് ആണ്. ഹു ഈസ് യുവർ ഫ്യൂച്ചർ സ്പൗസ്? നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ എങ്ങനെയുള്ളവരാണ്? റീഡിങ്ങിന് ആൺപെൺ വ്യത്യാസം അങ്ങനൊന്നുമില്ല. ആദ്യം നിങ്ങൾക്കുള്ള കാർഡ് എടുക്കും, അതിനുശേഷം ഫ്യൂച്ചർ സ്പൗസിനുള്ള കാർഡ് എടുക്കും. ആദ്യം എടുക്കുന്ന നിങ്ങൾക്കുള്ള കാർഡ് റെസൊണേറ്റ് ആകുന്നുണ്ടേ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനുള്ള കാർഡും നിങ്ങൾക്ക് റെസൊണേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ തിരക്കുകളെല്ലാം ഒന്ന് മാറ്റിവെച്ച് വളരെ കാമൻ ക്വയറ്റായി തെളിഞ്ഞ ഒരു മനസ്സോടുകൂടി ഈ ഒരു റീഡിങ്ങിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരിക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു എനർജി വൈബ്രേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുകയുള്ളൂ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് കപ്സ്, ദ എംപറർ, പേജ് ഓഫ് വാണ്ട്സ് ആൻഡ് നൈറ്റ് ഓഫ് കപ്സ്. ഒന്നാമത്തെ കാർഡ് വന്നിരിക്കുന്നത് ദ ക്യൂൻ ഓഫ് കപ്സ് ആണ്. ഒരു ഹേർട്ട് ഹീലർ എനർജി, അതായത് ഒരു വലിയ ഗുണം നിങ്ങൾക്കുള്ളത് എന്ന് പറയുന്നത് വികാരങ്ങളുടെ ആ ഒരു ആഴം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും. മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നവർ, ഒരാൾക്ക് വേദനിക്കുന്നത് കണ്ട് ഉറങ്ങാനാവാത്തവർ, അത്ര നല്ല ഹൃദയമുള്ളവർ. മറ്റുള്ളവർക്ക് നിങ്ങൾ പലപ്പോഴും കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്, ഗൈഡൻസ് കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ വിഷമങ്ങളിൽ കൂടെ നിൽക്കാറുണ്ട്. ഒരു ഹീലർ എനർജി നിങ്ങൾ കൊടുക്കാറുണ്ട്. നിങ്ങളുടെ ഒരു ലവ് സ്റ്റൈൽ പറയാനാണ് എങ്കിൽ ഗിവിംഗ് നേച്ചറാണ്, സ്നേഹം കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവർ, വളരെ കെയറിംഗ് ആയിട്ടുള്ള നച്ചറിംഗ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അധികം ഉൾക്കൊള്ളുന്നവർ. ബൗണ്ടറീസ് കുറവ്, അതൊരു ചലഞ്ചാണ്. കാരണം ബൗണ്ടറീസ് വെക്കാത്ത ആളുകളെയെല്ലാം, ഒന്നിനും ഒരു അതിര് വെക്കാത്ത ആളുകളെ ചിലപ്പോഴൊക്കെ ചൂഷണം ചെയ്യപ്പെടും. നിങ്ങൾക്ക് സ്നേഹം കൊടുക്കുന്നത് നിങ്ങളുടെ ജീവിത ശ്വാസം പോലെയാണ്. രണ്ടാമത്തെ കാർഡ് വന്നിരിക്കുന്നത് ദ എംപറർ ആണ്, ദ ബാക്ക് ബോൺ. പുറമെ നിന്ന് നോക്കുമ്പോൾ കാമാണ് എങ്കിലും, ശാന്തമായിട്ടിരിക്കുന്നുവെങ്കിലും ഒരു സ്ട്രോങ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളിലുണ്ട്. ജീവിതത്തിൽ റെസ്പോൺസിബിലിറ്റി ഉള്ളവർ, ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവർ, വേണ്ട തീരുമാനങ്ങൾ കൃത്യസമയത്ത് എടുക്കാൻ കെൽപ്പുള്ളവർ, ജീവിതത്തിലെല്ലാം കൺട്രോളായിട്ട് കൊണ്ടുപോകുന്ന ആളുകൾ, ലവിൽ വളരെ ഒരു സീരിയസ് കമ്മിറ്റ്മെന്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾ, കളിയല്ല പ്രണയം എന്ന് ചിന്തിക്കുന്ന ആളുകൾ. നിങ്ങൾക്കൊരു ഇമോഷണൽ ഹേർട്ടിനൊപ്പം തന്നെ വളരെ ലോജിക്കലായിട്ടുള്ള ഒരു മൈൻഡും നിങ്ങൾക്കുണ്ട്, എംപറർ വന്നതുകൊണ്ട് തന്നെ. മറ്റുള്ള ആളുകൾ നിങ്ങളെ വളരെ പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യുന്നു, വിശ്വസിക്കും. നിങ്ങളുടെ ആ ഒരു സ്റ്റെബിലിറ്റി വൈബ് കണ്ടിട്ട് നിങ്ങൾക്കൊപ്പമുള്ള ആ ഒരു ജീവിതം വളരെ സേഫ് ആണെന്നും ഗ്രൗണ്ടഡ് ആണെന്നും ഒരിക്കലും മടുക്കില്ല എന്നും മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നു. മൂന്നാമത്തെ കാർഡ് വന്നിരിക്കുന്നത് പേജ് ഓഫ് വാണ്ട്സ് ആണ്, ദ സ്പാർക്ക് എന്ന് പറയാം. ഉള്ളിലിപ്പോഴും ചെറുപ്പത്തിൻ്റെ ഒരു ഉത്സാഹം കാണിക്കുന്ന ആളുകളാണ് നിങ്ങൾ. അഡ്വഞ്ചറായിട്ടുള്ള, ക്രിയേറ്റീവായിട്ടുള്ള എക്സ്പ്ലോറേഷൻ മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, പുതുമ തേടുന്നവർ, സ്പിരിച്വാലിറ്റി, ആർട്ട്, മ്യൂസിക്, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർ, നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഉള്ളവരാണ് നിങ്ങൾ. നിങ്ങളുടെ സ്നേഹത്തിൽ പേജ് ഓഫ് വാണ്ട്സ് വരുന്നത് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ അല്പസ്വല്പം കുറുമ്പുകൾ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നു എന്നതാണ് സത്യം. മറ്റുള്ളവരുടെ മനസ്സിൽ സ്പാർക്ക് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ആ ഒരു സ്പാർക്കിന് നിങ്ങളുടെ ഒരു ചിരി മതിയാകും. നാലാമത്തെ കാർഡായിട്ട് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്, ദ റൊമാൻറ്റിക് ഡ്രീമർ. മനസ്സിന്റെ ഉള്ളിൽ പ്യുവർ റൊമാൻസ് സൂക്ഷിക്കുന്ന ആളുകൾ, കവിതകളിലൂടെയും സംഗീതത്തിലൂടെയും മെസ്സേജുകളിലൂടെയും എല്ലാം സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിവുള്ളവർ, സ്വപ്നം കാണുന്നവർ, അതിനായി മനസ്സിൽ നിറയെ സ്നേഹം നിറയ്ക്കുന്നവർ, ചിലപ്പോഴൊക്കെ ഒരു ഐഡിയലിസ്റ്റിക് ആയിട്ട്, അതായത് സ്നേഹത്തെ പെർഫെക്റ്റ് ആയിട്ട് കാണുന്ന ആളുകൾ,
ലവ് എനർജിയിലെ നൈറ്റ് ഓഫ് കപ്സ് വരുമ്പോൾ വളരെ സോൾഫുൾ ആയിട്ടുള്ള, ഇമോഷണൽ ആയിട്ടുള്ള, പോയറ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നിങ്ങൾ. നിങ്ങളുടെ ഒരു സ്നേഹം എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ കണ്ണുകളിൽ തന്നെ കാണാൻ കഴിയും. നിങ്ങളുടെ ഒരു ഓവറോൾ പേഴ്സണാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെന്ന് പറയുന്നത് ഇമോഷണൽ ഡെപ്ത് ഉള്ള, മെച്യൂരിറ്റി ഉള്ള, വളരെ പാഷനേറ്റ് ആയ, റൊമാൻറ്റിക് ആയ, എല്ലാം ചേർന്നൊരു പെർഫെക്റ്റ് ബ്ലെൻഡ് ആണ് നിങ്ങൾ. ചുറ്റുപാടുമുള്ളവർക്ക് ഒരു ഹീലറായിട്ടും, ഒരു നേതൃത്വ പാടവമുള്ള ഒരാളായിട്ടും, ആർട്ടിസ്റ്റായിട്ടും, ലവറായിട്ടും എല്ലാം ബിഹേവ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ റെസൊനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ സ്പൗസിന്റെ കാർഡുകളിലേക്ക് പോകാം. അവർക്ക് വന്നിരിക്കുന്ന കാർഡുകൾ എന്ന് പറയുന്നത് ദ വേൾഡ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, കിങ് ഓഫ് വാണ്ട്സ് ആൻഡ് ദ മജീഷ്യൻ. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ദ വേൾഡ്. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെയധികം കാര്യങ്ങൾ അനുഭവിച്ച, പഠിച്ച, വളരെ മെച്ചുറായ ഒരു വ്യക്തിയായിരിക്കും. അവർക്ക് ജീവിതത്തിൽ ഒരു കംപ്ലീഷൻ എനർജി ഉണ്ട്. അവർ ഒരു ട്രൂ പാർട്ണർഷിപ്പാണ് അന്വേഷിക്കുന്നത്. അവരെ മനസ്സിലാക്കുന്ന, അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു ട്രൂ റിലേഷൻഷിപ്പാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇതിൽ കുറച്ചു പേർക്കെങ്കിലും ഒരു എബ്രോഡ് കണക്ഷൻ ഉണ്ടാകാം, വേറെ സിറ്റിയുമായിട്ടുള്ള ഒരു കണക്ഷൻ, ട്രാവൽ ഏരിയയിലുള്ള ജോബ്, മൾട്ടി കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് എന്നിവ ഉള്ള ഒരു വ്യക്തിയായേക്കാം. ദ വേൾഡ് കാർഡ് വന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ലോകം പൂർണ്ണമാക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അവർ. നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള, റെസ്പോൺസിബിൾ ആയിട്ടുള്ള, ഗ്രൗണ്ട് ആയിട്ടുള്ള, നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു വ്യക്തി. ഇൻഡസ്ട്രി, ഫിനാൻസ്, അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ്, കൺസ്ട്രക്ഷൻ ഫീൽഡ്, ലാൻഡ് സംബന്ധമായിട്ടുള്ള ആ ഒരു ഫീൽഡ് എന്നിവയിൽ നിന്നെല്ലാം അവർക്ക് കരിയർ വരാം. വിവാഹം കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സേഫ്റ്റി അവർക്ക് മസ്റ്റ് ആയിരിക്കും. ഫാമിലി സപ്പോർട്ട് ഉണ്ടാകും. വളരെ കാമായിട്ട് ലവ് ചെയ്യുന്ന ആളുകളായിരിക്കും അവർ. കുറച്ച് സീരിയസ് ആയിട്ടുള്ള ആളുകൾ, പക്ഷേ ഹൃദയത്തിൽ വളരെ ലോയൽ എനർജി ആയിരിക്കും. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് കിങ് ഓഫ് വാണ്ട്സ് ആണ്. ഇതൊരു നേതൃത്വ പാടവത്തിനെ, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ പാഷൻ എനർജി, വളരെ എനർജറ്റിക് ആയിട്ടുള്ള, ബോൾഡായിട്ടുള്ള, വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള, ആൾക്കൂട്ടത്തിലൊക്കെ ഷൈൻ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകളായിരിക്കാം. ഒരു ലവ് കണക്ഷനിലേക്ക് വരുമ്പോൾ വളരെ ഡോമിനേറ്റ് ആയിട്ട്, അത്ര എക്സ്പ്രസീവ് ആയിരിക്കില്ല, എങ്കിൽ തന്നെയും ഒരു ട്രൂ പ്രൊട്ടക്ടർ ആയിരിക്കും ആ ഒരു വ്യക്തി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ചൂടും കരുത്തും ചേർന്ന ഒരു കാരിസ്മാറ്റിക് ലവർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ദ മജീഷ്യനാണ്. ഒരു മാനിഫെസ്റ്റേഷൻ പവറുള്ള, അവരെന്ത് വിചാരിക്കുന്നോ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള, അത് ഉണ്ടാക്കിയെടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആളുകളായിരിക്കും അവർ. നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ തീർച്ചയായിട്ടും അവരുണ്ട്. ഒരു ഡിവൈൻ ടൈമിങ്ങിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് അവർ നിങ്ങളുടെ മുന്നിൽ എത്തുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തെ നല്ല രീതിയിൽ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകളായിരിക്കും. ജീവിതത്തിൽ പുതുവഴികൾ നിങ്ങൾ കാണും. അതെ, അവരായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബന്ധത്തിന്റെ ഒരു ഔട്ട്കം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഔട്ട്കമായിട്ട് വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സ് ആണ്. ഈ ഒരു ബന്ധത്തിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് വളരെ പ്യുവറായിട്ടുള്ള, ഇന്നസെന്റ് ആയിട്ടുള്ള, ഇമോഷണൽ ആയിട്ടുള്ള, ആർട്ടിസ്റ്റിക് നേച്ചറായിട്ടുള്ള ഒരു റൊമാൻറ്റിക് കണക്ഷൻ ആയിരിക്കും. ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. സ്ലോലി അതൊരു ഹേർട്ട്ഫുൾട്ട് ലവിലേക്ക് പോകും. ഇതൊരു ഹീലിംഗ് ലവും കൂടിയാണ് എന്ന് കാണിക്കുന്നു. അതായത് പഴയ വേദനകളെല്ലാം മാറി പുതിയൊരു ലോകം നിങ്ങൾ രണ്ട് സോൾമേറ്റുകൾ ഒരുക്കിയെടുക്കും. ഒരു ഫൈനൽ മെസ്സേജ് പറയാനാണ് എങ്കിൽ കളക്റ്റീവായിട്ട് ഈ ഒരു ഫ്യൂച്ചർ സ്പൗസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അവിചാരിതമായിട്ട് തന്നെ നിങ്ങൾ കണ്ടുമുട്ടും. ഒരു ഡിവൈൻ ടൈമിങ്ങിൽ അവർ വളരെ മെച്ചുറും അതുപോലെ തന്നെ പാഷനേറ്റും സ്റ്റേബിൾ യെറ്റ് എക്സൈറ്റിംഗ്, ഒരു പെർഫെക്റ്റ് ബാലൻസ് ആയിരിക്കും നിങ്ങൾ തമ്മിൽ. നിങ്ങളുടെ ഒരു ബന്ധമെന്ന് പറയുന്നത് ഇമോഷണലി ഫുൾഫില്ലിംഗ്, മെറ്റീരിയലി സെക്യൂർ ആൻഡ് സ്പിരിച്വലി അലൈൻഡ് ആയിരിക്കും. യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് പറയാനാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്വന്തം എനർജി ഉയർത്തിക്കൊണ്ട് ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നിലനിർത്തി യൂണിവേഴ്സിൻ്റെ ആ ഒരു ഗിഫ്റ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ യൂണിവേഴ്സിന് തന്നെ ഒരു പ്ലാനിംഗ് ഉണ്ട്. അല്പം വൈകിയാണെങ്കിൽ തന്നെയും അത് നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. അപ്പോൾ ഗൈസ്, വളരെ നല്ല ഒരു റീഡിംഗ് ആയിരുന്നു. എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു റീഡിംഗ് എന്ന് തന്നെ ഇതിനെ പറയാൻ പറ്റും. ഈ ഒരു റീഡിംഗ് റെസൊനേറ്റ് ആയിട്ടുള്ളവരെല്ലാം തന്നെ വളരെ ഭാഗ്യം ചെയ്ത ആളുകളാണ്. നല്ലൊരു സ്പൗസിനെ തന്നെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ. അതോടൊപ്പം തന്നെ എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ
നിങ്ങളുടെ പേരും അതുപോലെ തന്നെ ജനിച്ച നാളും. നാളറിയില്ല എങ്കിൽ ജനിച്ച മാസവും കമന്റ് ചെയ്യുക. തീർച്ചയായും എൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ വളരെ നല്ല ഒരു ഹൃദയത്തോടു കൂടി ഒരു ഫ്യൂച്ചർ സ്പൗസിനെ കാത്തിരിക്കുന്ന നിങ്ങളോട് നിങ്ങളുടെ രണ്ടുപേരുടെയും ഹൃദയം സമുദ്രം പോലെ ആഴമുള്ളതും നിങ്ങളുടെ സ്നേഹം സ്വപ്നം പോലെ മധുരമുള്ളതുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.